അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഈ 2001 ട്വിൻ ടവേഴ്സും സാധാരണ മര്യാദയ്ക്ക് മുങ്ങി നിവരേണ്ട കാര്യത്തിൽ ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച റോമൻ കാത്തലിക്സും കുറേ ശോഷിച്ച മുസ്ലിംസ് തന്നെയാണ് ആ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഉള്ളിലുള്ളത്. 2 എയർപ്ലെയിൻ വന്ന് ഡിമ്മെന്നാക്കണങ്ങ് അതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ അത് പോയി അത് പട്ടവ 2000 പിന്നെ കച്ച് ഭുജിൽ 2002 അതേ ഡേറ്റും സമയം അനുസരിച്ച് ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ. അതുപോലെ 2004 സുനാമി എല്ലാം അത് മനസ്സിലാക്കാൻ ജർമ്മനിയിൽ എന്ന് പറഞ്ഞാൽ ടു ഗീവ്. അപ്പോൾ ആ രീതിയിലുള്ള സുഗോവയുടെ കാര്യം പറഞ്ഞു. ഞാൻ 2017 ഒരു നല്ലോണം പബ്ലിഷ് ചെയ്ത് കഥ എഴുതിയപ്പോഴും നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സ്ഥലങ്ങളും അന്നേ തൊട്ടുണ്ടാവണം. അധികം ഒന്നും എഴുതിയിട്ടില്ല, ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് മീനിങ് ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവും. എല്ലാം ഡിലീറ്റ് ചെയ്തത് കുറച്ച് ദിവസമൊന്നുമല്ല, നല്ല തീർച്ച ഒരു 40 പേജ് 80 പേജൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലമാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ്റെ വൈഫ് എല്ലായിടത്തും വഴിയിലൊക്കെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് അവിടെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് പരിചയമായി. അപ്പോൾ ബസ്സിലൊക്കെ ഇരുന്ന് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇംഗ്ലണ്ടിൽ പോയ കാര്യം അതൊക്കെ പറയാം. അപ്പോൾ തുടങ്ങിയോ എനിക്ക് പറയാമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആക്കണ്ട, അടുത്ത വീഡിയോ ഇപ്പോൾ വേണമെങ്കിൽ തുടങ്ങി പറയാം. അതുപോലെ അവരാരെങ്കിലും ഇങ്ങനെ സോഷ്യൽ സൈക്കോപ്പിക്ക് പറയണ രീതി മെലോഡീസ് ആയിട്ട് പാടും. അപ്പോൾ ആ കാര്യം അപ്പോൾ ഗുജറാത്തിൽ പോയി ഒരാഴ്ച താമസിക്കാൻ പോയ ജിബികളിനോടല്ല വിശേഷം ചോദിക്കേണ്ടത്, ആരോട് ചോദിക്കേണ്ട അവർ ചോദിക്കണം. എന്നുവെച്ചാൽ അവിടെ ഹിന്ദി ഞാൻ പറയണില്ല, ഹിന്ദി തെലുങ്കൊന്ന് ഹിന്ദി സ്റ്റേറ്റ് ബാങ്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഹിന്ദി സംസാരിക്കണ പോലെയല്ല. ജോലിക്ക് 30 വയസ്സ് ജോലിക്ക് വരണ പോലെയല്ല. ഇത് അടിത്തട്ടിലിരുന്ന് അവിടുത്തെ റെയിൻകോട്ട്, അവിടുത്തെ പ്രത്യേക പോർച്ചുഗീസ് വെസ്റ്റേൺ കൾച്ചർ സ്മെല്ലും അവിടുത്തെ കാര്യങ്ങൾ ആസ്വദിച്ചറിയാണ്. അവിടുത്തെ ടിഫിൻ സ്മെല്ല് കൊങ്കണി പോർച്ചുഗീസ് കിട്ടുക. ഹിന്ദി പറയരുത് തന്നെ സിസ്റ്റർമാർ കർഷകർ പറയും, ഹിന്ദി പറയാൻ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞാൽ പറയണില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു തീർന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ രീതിയിൽ ഓരോന്ന് 2005 അത് പിന്നെ പറയാനുള്ള 2005 2025 ഉണ്ടായതും അത് കഴിഞ്ഞ് ഓരോരോ. അപ്പോൾ ഞാൻ പറഞ്ഞു തീർന്നു, എനിക്കധികം പറയാനില്ല. 2017 സെക്കൻഡ് ടൈം പോകുന്നതും 2016 സെക്കൻഡ് ടൈം ഛത്തീസ്ഗഡ് പോകുന്നതും 2005 2006 ഫസ്റ്റ് ടൈം ഛത്തീസ്ഗഡ് സെക്കൻഡ് ടൈം ജനിച്ചതിന് പോയപ്പോൾ തിരിച്ച് വന്നതൊക്കെ പിന്നെ പറയാം. ഈ വീഡിയോയിൽ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. ഇരുട്ടുണ്ട്, മഴ പെയ്യണം. അപ്പോൾ കണ്ണ് മഞ്ഞളിക്കണം. അപ്പോൾ ആ രീതിയിൽ പറയുമ്പോൾ ഞാൻ പറയാം, അന്ന് 2005 പോപ്പ് 84 വയസ്സിലാണ് മരിക്കണം. എന്നുവെച്ചാൽ ജോൺ പോൾ എന്ന് പറയുന്നത് സെൻറ്റ് പോൾ സ്ട്രീറ്റിൻ്റെ അടുത്ത് ഡെന്നീസ് 2018 വന്നിട്ട് സെൻറ്റ് പോൾ സ്ട്രീറ്റിൽ സെൻറ്റ് ആൻ്റണി സ്കൂളിലെ നിമ്മി പഠിച്ചു. അപ്പോൾ നിമ്മിയുടെ 22 എന്ന ബർത്ത് ഡേറ്റും മമ്മിയുടെ 10 എന്ന ബർത്ത് മന്തും രണ്ടും 10 കൂട്ടുമ്പോൾ 20 എന്നല്ല പറയണേ, 8ൻ്റെ പണി കിട്ടണത്. മമ്മിയുടെ ബാങ്കിൽ തന്നെ ഷൈജ കോംപ്ലക്സിൽ മീൻസ് ഞാൻ വർക്ക് ചെയ്തു. +2 എനിക്ക് ബൈക്കൊന്നും ഓടിക്കാറില്ല, വലിയ ബൈക്ക്. ഞാൻ 24 വയസ്സ് സർക്കംസിഷൻ ചെയ്ത് കാഞ്ഞാണിയിലുള്ള പാലസ് റോഡിൽ പഠിച്ചിട്ടാണ് രണ്ടും ഫസ്റ്റ് അറ്റംപ്റ്റിൽ എച്ച് കിട്ടിയത് 24 വയസ്സിൽ. 2012 ആണെന്ന്, 2012 കൂട്ടി നോക്കിയാൽ അറിയാം. 8ഉം 3ഉം 1:00 സമയം 8 വീക്സിൽ യേശുവ 8 ഡേയ്സിൽ സർക്കംസിഷൻ ചെയ്ത പോലെ തന്നെ 24 വയസ്സിന് കൂട്ടില്ല. 24 8 വേണം കൂട്ടാം, 88 വരും. ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത്, 4 വീലറും 2 വീലറും. അപ്പോൾ ഞാൻ കുറേ നന്നായി ഓടിച്ച് എല്ലാം ഒരു 650 കിലോമീറ്റർ. ഇപ്പോൾ റീസെൻറ്റ് ഇയേഴ്സിലൊക്കെ 650 കിലോമീറ്ററൊക്കെ അടുപ്പിച്ച്, മഴയാണെങ്കിൽ ഇടിമിന്നലാണെങ്കിൽ വഴുക്കലാണെങ്കിൽ എല്ലാം നിർത്തി ബാലൻസ് ചെയ്തെല്ലാം വരും. അതിൽ 3 സമോസേ കഴിക്കുള്ളൂ 650 കിലോമീറ്റർ ഓടിച്ചാലും. അത് വിശപ്പൊന്നും തോന്നാറില്ല. അപ്പോൾ എത്ര മണിക്കൂർ ഓടിക്കും? 12 മണിക്കൂറെങ്കിലും ഓടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ എനിക്ക് അതിനെ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഒന്നുണ്ട്. ഇവിടെ നിന്ന് അവിടെ തൊട്ട് ഏതൊക്കെ കാട് പ്രദേശമൊക്കെ എല്ലാം അപ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഷോർട്ട് കട്ട് വഴിയൊക്കെ എടുക്കും. വെള്ളപ്പൊക്കമുള്ള സ്ഥലമാണെങ്കിലും മേട്ടൂർ ഡാം കവിയണം ഒഴുകുന്ന സ്ഥലമാണെങ്കിലും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ
അപ്പോൾ അപ്പോൾ ആ സമയത്ത് 24 വയസ്സിൽ, അപ്പോൾ 24 വയസ്സിൽ മുമ്പ് 23 ഇയേഴ്സ് 2011 ഇംഗ്ലണ്ട് പോയിരുന്നു. അത് വെച്ചാൽ പിന്നെ രാജസ്ഥാൻ 2023 പോണ പോലെ 2011. അപ്പോൾ അത് 11/8 തന്നെ വരണം. 8 എന്ന് പറഞ്ഞാൽ 20 എന്ന് പറഞ്ഞാൽ 8 എന്ന സമയമാണല്ലോ, 11/8. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ വിഡിത്തം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആരെക്കുറിച്ചും ആരെയും കോൺഫിഡൻസ് എന്തെങ്കിലും ഫേക്ക് അക്കൗണ്ട് പറയും, ഞാൻ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയണില്ല, നിങ്ങളാണ് ചോദിച്ചത് പറയണോ വേണ്ടതെന്ന്. നിങ്ങൾ ചെയ്യണ വിഡിത്തങ്ങൾ നിങ്ങളുടെ പപ്പയോട് പറയട്ടെ എന്ന് നിങ്ങൾ തിരിച്ചു ചോദിച്ചാലോ, അത് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഞാൻ ചോദിക്കണില്ല, പറയേണ്ട സമയത്ത് എപ്പോഴാണ് എനിക്കറിയാം. അത് മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് മിണ്ടാണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇംഗ്ലണ്ടിൽ പോണത്. അപ്പോൾ എനിക്കറിയാം ഗോവയിൽ നിന്ന് ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ എഡ്യൂക്കേഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എഡ്യൂക്കേഷൻ്റെ ഉണ്ട്, അത് നിങ്ങൾ അവിടെ ഇവിടെ നോക്കി പറയുകയാണ്. നിങ്ങൾ സങ്കുചിതമായ ചിന്താഗതി, നിങ്ങളുടെ വികസിക്കാത്ത ചിന്താഗതി, എന്താ പറയുക. പിന്നെ നിങ്ങളിങ്ങനെ പറയാളെ ഞാൻ പറയണല്ലേ, അത് 34 വയസ്സിട്ട് പറയണം. അപ്പോൾ 23 വയസ്സിൽ അപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് എന്താ പറയണേ, നിങ്ങൾ ചെയ്യണ വൃത്തികേട് നിങ്ങൾ പപ്പയോട് പറയാം. എന്താ നിങ്ങൾ പറയണേ, മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങളല്ല നിങ്ങളുടെ നാവുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാനിങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട്, എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞു താഴ്ത്തി പറയണല്ലോ, അവരെ കുറിച്ചും പറയണല്ലേ, തിരിച്ചും പറയണല്ലോ. എന്താ പറഞ്ഞാൽ കോളേജിൽ ആകുമ്പോഴും എന്താ പറഞ്ഞാൽ ഹോംമേറ്റൊന്നും അഭിനയിച്ചിട്ട് കുറേ പേര് ജോലി കുറേ പേര് ഇങ്ങനെ ചെയ്യാൻ പോയിട്ടുണ്ട്. കാനഡയിലും സൗദി അറേബ്യയും അബുദാബിയും കുറേ സ്ഥലത്ത് എല്ലായിടത്തും ഉണ്ട്, കുവൈറ്റിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യണേ, കുവൈറ്റിൽ 2 പേരുണ്ട്, റോണിയും ബിബിനാലും. അവിടെ ഒരു കോളേജിൽ മലയാളികൾ പുറമെ ഒരു ബന്ധു മരിച്ചത് ഓർമ്മയുണ്ടോ? അപ്പോൾ ഓരോ വന്നതിനും ഓരോ കാര്യമാണ്. ഫ്ലാറ്റിലൂടെ ആദ്യമായിട്ട് 1 വർഷം മുമ്പ് വന്നപ്പോഴാണ്. അപ്പോൾ ഓരോരുത്തരും അപ്പോൾ ഓരോ സ്ക്രൂ ഫിറ്റ് ചെയ്യാണ്ട്, സ്ട്രൈർ ഫിറ്റ് ചെയ്യാണ്ട് പലതും ആലോചിച്ചിട്ട് പല രീതിയിൽ മരുന്ന് പൊട്ടി വാങ്ങി കുറേ പേര് ജോലി ചെയ്യേണ്ടതെന്ന് അറിയാം. തത്രപ്പെട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ സമയത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അപ്പോൾ അതുപോലെ ഇംഗ്ലണ്ടിൽ പോയി. അപ്പോൾ ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ ഞാൻ പല രീതിയിലും എൻജോയ് ചെയ്യാനല്ല, എല്ലാം നോക്കി കാണാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. ഏത് കുറുക്കന്മാരും ഫോക്സസ് കുറേ രാത്രിയിൽ വഴിയിൽ ഇറങ്ങും. വാമ്പയേഴ്സ് എല്ലാം ഉണ്ടല്ലോ, ഫോക്സസ് ഉള്ള കഴുത്തിന് പിടിച്ചിട്ട് പൊക്കി കൊണ്ടുപോകും. അപ്പോൾ അതൊന്നും ഞാൻ നോക്കാണ്ട് സിറ്റിയിൽ വരെ ഫോക്സസ് ഇറങ്ങി നടക്കും. അപ്പോൾ വാമ്പയേഴ്സ് എന്ന് പറയുന്നത് വെറുതെ സിനിമയിൽ വെഡി ക്യാമറയുടെ മുന്നിൽ ഉണ്ടാക്കുന്നതാണ്, മനുഷ്യന്മാർ വാമ്പയേഴ്സായിട്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴും എനിക്കൊരു പേടിയില്ല. ഒരു 8 മണിക്ക് രാത്രി ഇറങ്ങിയാൽ 4 മണി പുലർച്ചെ വരെ ഞാൻ അവിടെ ലണ്ടൻ മൊത്തം സിറ്റി, അവിടുത്തെ പാർട്ടി ലൈഫൊക്കെ ഉണ്ട്. അവിടുത്തെ വില്ലേജിലെടുക്കും, റീഡിങ് എന്ന ട്രെയിൻ കയറി ടിക്കറ്റ് ഇല്ലാണ്ടൊക്കെ യാത്ര ചെയ്ത്. അവർ പറയും അവസാനത്തെ സ്റ്റോപ്പാണെങ്കിൽ ഇറങ്ങി പൊക്കോ, കുഴപ്പമില്ല, ടിക്കറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് അവിടുത്തെ യൂറോപ്യൻ ആളെന്നെ പറയും ആരായാലും. അപ്പോൾ മഴ പെയ്ത് തുടങ്ങിയ ശബ്ദം വരണ കാരണം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഗാറ്റ്വിക് എയർപോർട്ടിൽ തണുപ്പൊക്കെ കയറ്റാൻ ഞാൻ എയർപോർട്ടാന്ന് വിചാരിച്ചിട്ട് അപ്സ്റ്റെയറാന്ന് വിചാരിച്ചിട്ട് ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറയും, അതിന് മുകളിൽ കയറുന്നതാണ് പറഞ്ഞ പോലീസ്. അപ്പോൾ ചെക്ക് ചെയ്യാൻ വന്നാലും പറയും വി കാൺട്ട് റെക്കമെൻഡ് യു ടു സിറ്റ് ഹിയർ വിതൗട്ട് ടിക്കറ്റ് എയർപോർട്ട്. അപ്പോൾ ഐ ഡിഡ്ന്റ് നോ ദി ഡിസ്കസ് ടിക്കറ്റ് എന്ന് പറയും. അപ്പോൾ അവരവിടെ താഴെ വന്നിരിക്കും, തണുപ്പായതുകൊണ്ടൊന്നും ഇരിക്കാൻ പറയും. ചില്ലിങ് ഔട്ട്സൈഡ് ഫ്രീസിങ്, ദാറ്റ്സ് വൈ കെയിം അപ്സ്റ്റേഴ്സ്. ഐ ഡിഡ്ന്റ് നോ ദി എയർപോർട്ട് പറയാം. അപ്പോൾ നിങ്ങളാണെങ്കിലോ, നിങ്ങളിത് അടുത്ത ജയിലിലിടും. കോളേജിലൊന്നും പുലർച്ചെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ വിളിച്ചിട്ട് നിങ്ങളത് കൊണ്ടുപോകാൻ, നാളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറയും. പക്ഷേ എന്നെ താഴെ ഇരിക്കാൻ പറയും. അപ്പോൾ ഞാൻ മതിൽ ചാടി, ഫെൻസ് ചാടി, അവിടുത്തെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ഗ്രിൽ ഫെൻസ്, അത് ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ തുടരാം.